എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഈ ഡിജിറ്റൽ ലോകമൊക്കെ വരുന്നതിനും എത്രയോ കാലം മുൻപ് നമ്മുടെ ശാസ്ത്രജ്ഞർക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത കാര്യങ്ങളെ എങ്ങനെയായിരിക്കും ക്യാമറയിൽ പകർത്തിയിട്ടുണ്ടാവുക എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നതും അങ്ങനെ ഒരു കിടിലൻ കണ്ടുപിടുത്തത്തെക്കുറിച്ചാണ്. അനലോഗ് പാർട്ടിക്കിൾ ഡിറ്റക്ടർ. അപ്പൊ നമുക്ക് ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങിയാലോ? ഒരു മെഷീന്റെ ഉള്ളില് ഒരു പ്രേതമുണ്ടെന്ന് വെക്കുക. അതിന്റെ ഫോട്ടോ നമ്മൾ എങ്ങനെ എടുക്കും? കേൾക്കുമ്പോൾ ഇതൊരു തമാശ ചോദ്യം പോലെയൊക്കെ തോന്നാം, അല്ലേ? പക്ഷേ ഇത് വെറുമൊരു ഭാവനയല്ല. ശരിക്കും പറഞ്ഞാൽ അണുവിന്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്ന ആ കുഞ്ഞൻ കണങ്ങളെ കണ്ടെത്താൻ ശ്രമിച്ച ആദ്യകാല ശാസ്ത്രജ്ഞർ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി ഇത് തന്നെയായിരുന്നു. അത് ന്യൂക്ലിയർ ഫിസിക്സിന്റെയൊക്കെ ഒരു തുടക്കകാലമായിരുന്നു. അണുവിനുള്ളിൽ എന്തൊക്കെയോ കണങ്ങളുണ്ടെന്നൊക്കെ അവർക്ക് ഏകദേശം അറിയാമായിരുന്നു. പക്ഷേ ഒരു വലിയ പ്രശ്നമുണ്ടായിരുന്നു. എന്താണെന്നല്ലേ? നേരിട്ട് കാണാൻ പോലും പറ്റാത്ത ഒന്നിന് തെളിവെങ്ങനെയുണ്ടാകും? അതായിരുന്നു യഥാർത്ഥ പ്രശ്നം, ന്യൂക്ലിയർ റേഡിയേഷൻ. ഈ ആൽഫ ബീറ്റ ഗാമ എന്നൊക്കെ പറയുന്ന കണങ്ങളുണ്ടല്ലോ, അവ ഒരു മിന്നൽ പിണർ പോലെ എന്തിലൂടെയും തുളച്ചു കയറിപ്പോകും. അപ്പോൾ അവയുടെ ഒരു നേരിയ അടയാളം പോലും എങ്ങനെ രേഖപ്പെടുത്തും? ശരിക്കും പറഞ്ഞാൽ കണ്ണിൽ കാണാത്ത ഒരു വെടിയുണ്ടയുടെ പാത കണ്ടെത്താൻ ശ്രമിക്കുന്നത് പോലെയായിരുന്നു ആ അവസ്ഥ. അപ്പോ ഇത്രയും സങ്കീർണമായ ഒരു പ്രശ്നത്തിന് അവര് കണ്ടെത്തിയ ഉത്തരമെന്താണെന്നറിയോ? അത്ഭുതമെന്ന് പറയട്ടെ, വളരെ ലളിതമായ ഒന്നായിരുന്നു അത്. ഒരു അനലോഗ് ഉത്തരം. ഇന്നത്തെ ഈ ഡിജിറ്റൽ ടെക്നോളജിയൊന്നും വരുന്നതിന് മുൻപുള്ള ഒരു ക്ലാസിക് ഐഡിയ. ആ ഉത്തരത്തിന്റെ പേരാണ് ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ്. നമ്മുടെ പഴയ ക്യാമറകളിലൊക്കെ ഉണ്ടായിരുന്ന ഫിലിം റോള് ഓർമ്മയില്ലേ? ഏകദേശം അതുപോലെ തന്നെയുള്ളൊരു സംഭവം. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. ഇവിടെ ഫോട്ടോ എടുക്കുന്നത് ലൈറ്റ് വെച്ചല്ല, മറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ ആ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത അണുകണങ്ങൾ വെച്ചായിരുന്നു. അപ്പോ ഇതെങ്ങനെയാ പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. വളരെ രസകരമാണ്. ഒരു സാധാരണ ക്യാമറ ഫിലിമിൽ ലൈറ്റ് വീഴുമ്പോഴല്ലേ ചിത്രം പതിയുന്നത്? എന്നാൽ ഈ ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിൽ സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാൽ, ഒരു അണുകേന്ദ്ര കണം അതിലൂടെ അതിവേഗത്തിൽ തുളച്ചുകയറി പോകുമ്പോൾ അത് പോയ വഴിയിൽ ഒരു വരയിട്ടതുപോലെ ഒരു അടയാളമുണ്ടാക്കും. അതായത് പ്രകാശത്തിന് പകരം ആ കണങ്ങൾ തന്നെ സ്വയം അവരുടെ ഫോട്ടോ അവിടെ വരച്ചിടുന്നു എന്നു പറയാം. ഇപ്പൊ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇതൊക്കെ ഒരുപാട് പഴയ ടെക്നോളജി അല്ലേ എന്ന്. ശരിയാണ്. പക്ഷേ അതിന്റെ പ്രാധാന്യം ഇന്നും ഒട്ടും കുറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഫിസിക്സ് പഠിക്കുന്ന കുട്ടികൾ ഇതിനെപ്പറ്റി പഠിക്കുന്നത്. കാരണം എന്താണെന്നറിയോ? ശാസ്ത്രലോകത്തെ മാറ്റിമറിച്ച പല വലിയ കണ്ടുപിടുത്തങ്ങൾക്കും തുടക്കമിട്ടത് ഈ സിമ്പിൾ ഐഡിയ ആയിരുന്നു. പക്ഷെ ഒരു കാര്യം, ഈ ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ് ഈ രംഗത്ത് ഒറ്റയ്ക്കായിരുന്നില്ല കേട്ടോ. ഏകദേശം ഇതേപോലെയുള്ള ലക്ഷ്യങ്ങളുമായി പ്രവർത്തിച്ചിരുന്ന വേറെയും കുറേ ഉപകരണങ്ങളുണ്ടായിരുന്നു. അതിന്റെ ഒരു ഫാമിലിയിലെ ഒരു മെമ്പർ മാത്രമായിരുന്നു ഇത്. ഈ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ ട്രാക്ക് ഡിറ്റക്ടറുകൾ അല്ലെങ്കിൽ വിഷ്വൽ ഡിറ്റക്ടറുകൾ എന്നൊക്കെ വിളിക്കുന്നത്. ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ്, വിൽസൺ ക്ലൗഡ് ചേമ്പർ, ബബിൾ ചേമ്പർ, ഇങ്ങനെ കുറേയുണ്ട്. ഇവയുടെ എല്ലാം ലക്ഷ്യം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ: കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ഈ കണങ്ങൾ പോകുന്ന വഴി, അതായത് അതിന്റെ പാത എങ്ങനെയെങ്കിലും നമുക്ക് കാണാൻ പറ്റുന്ന ഒന്നാക്കി മാറ്റുക. ഒരു തരം കാലടിപ്പാട് കണ്ടുപിടിക്കുന്ന പോലെ. ഒരു കണം അതുവഴി കടന്നുപോയി എന്ന് കണ്ടുപിടിക്കുക മാത്രമല്ല, അതിനപ്പുറം വളരെ പ്രധാനപ്പെട്ട ഒരു ഉപയോഗം കൂടി ഈ ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിനുണ്ടായിരുന്നു. എന്താണെന്നല്ലേ? വളരെ കൃത്യമായ അളവുകൾ എടുക്കാൻ. ശരിക്കും പറഞ്ഞാലേ, ഈ ഒരു കഴിവ് വന്നപ്പോഴാണ് അതിന്റെ യഥാർത്ഥ പവർ ലോകം തിരിച്ചറിഞ്ഞത്. മാസ് സ്പെക്ട്രോഗ്രാഫ് എന്നൊരു ഉപകരണത്തിലാണ് ഇതിന്റെ ഏറ്റവും വലിയ ഉപയോഗം വന്നത്. പേരുകെട്ട് പേടിക്കണ്ട, സിമ്പിളാണ്. കണങ്ങളുടെ പിണ്ഡം, അതായത് മാസ്, വളരെ കൃത്യമായിട്ട് അളക്കാൻ സഹായിക്കുന്ന ഒരു മെഷീനാണിത്. ഒരു കണത്തിന്റെ ഭാരം അറിഞ്ഞാൽ തന്നെ അതിന്റെ സ്വഭാവത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് അറിയണ്ടേ? ഒരു ഉദാഹരണം പറയാം. നിങ്ങൾ പല വലുപ്പത്തിലുള്ള കുറച്ച് പന്തുകൾ ഒരു വലിയ ഫാനിന് മുന്നിലേക്ക് എറിയുകയാണെന്ന് വിചാരിക്കുക. എന്ത് സംഭവിക്കും? ഭാരം കുറഞ്ഞ പന്തുകളൊക്കെ ഒരുപാട് ദൂരേക്ക് തെറിച്ചുപോകും. ഭാരം കൂടിയവ അടുത്തു തന്നെ വീഴും, അല്ലേ? ഏതാണ്ട് ഇത് തന്നെയാണ് മാസ് സ്പെക്ട്രോഗ്രാഫും ചെയ്യുന്നത്. അതൊരു കാന്തികക്ഷേത്രം ഉപയോഗിച്ച് ഈ കണങ്ങളെ അവയുടെ ഭാരമനുസരിച്ച് തരംതിരിച്ച് ഒരു ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിലേക്ക് തെറിപ്പിക്കും. എന്നിട്ട് ആ പ്ലേറ്റിൽ ഓരോ കണവും എവിടെയാണെന്ന് വീഴുന്നതെന്ന് നോക്കി അവയുടെ ഭാരം, അതായത് പിണ്ഡം, വളരെ കൃത്യമായിട്ട് കണക്കുകൂട്ടും. അതായത് ന്യൂക്ലിയർ പിണ്ഡങ്ങളും ആപേക്ഷിക സമൃദ്ധിയും നിർണ്ണയിക്കാൻ ഈ ടെക്നോളജി സഹായിച്ചു. ഈ വാക്കുകൾക്ക് പിന്നിലാണ് അതിന്റെ യഥാർത്ഥ ശക്തി. സിമ്പിളായി പറഞ്ഞാൽ, ഒരു എലമെന്റിന്റെ തന്നെ പലതരം വേർഷനുകൾ ഉണ്ടാവുമല്ലോ, ഐസോടോപ്പുകൾ എന്നു പറയും. അവയോരോന്നിനും എത്ര ഭാരമുണ്ട്, അതുപോലെ അവ ഓരോന്നും പ്രകൃതിയിൽ എത്ര അളവിൽ കാണപ്പെടുന്നുണ്ടെന്നൊക്കെ വളരെ കൃത്യമായി കണ്ടെത്താൻ ശാസ്ത്രജ്ഞർക്ക് ഇതുകൊണ്ട് സാധിച്ചു.
ഒന്നാലോചിച്ചു നോക്കൂ, ഈ പ്ലേറ്റിന്റെ പ്രാധാന്യം എത്രത്തോളമാണെന്ന് വെച്ചാൽ ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയതോടെ ആ ഉപകരണത്തിന്റെ പേര് തന്നെ മാറിപ്പോയി. സാധാരണ ഒരു സ്പെക്ട്രോസ്കോപ്പ് ഈ ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ് വെച്ച് അളവുകൾ രേഖപ്പെടുത്താൻ തുടങ്ങുമ്പോൾ അതിന്റെ പേര് സ്പെക്ട്രോഗ്രാഫ് എന്നാകും. ആ പേരിലെ ഗ്രാഫ് എന്ന വാക്ക് സൂചിപ്പിക്കുന്നത് തന്നെ അതൊരു ചിത്രം അല്ലെങ്കിൽ ഒരു റെക്കോർഡ് ഉണ്ടാക്കുന്നു എന്നാണ്. അപ്പോ ഇത്രയും കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ, ഈ സിമ്പിൾ എന്ന് തോന്നുന്ന അനാലോഗ് ഉപകരണത്തിന്റെ യഥാർത്ഥ ഇമ്പാക്റ്റ് എന്തായിരുന്നു? നമുക്കതിന്റെ ആ ഒരു വലിയ ചിത്രം ഒന്നുകൂടി നോക്കാം. ശരിക്കും പറഞ്ഞാല് ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ് ഒരേ സമയം രണ്ട് കാര്യങ്ങളാണ് ചെയ്തത്. ഒന്ന്, കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത കണങ്ങളുടെ വഴി നമുക്ക് കാണിച്ചു തന്നു. രണ്ട്, കാണാൻ പോലും പറ്റാത്ത ആ കണങ്ങളുടെ സ്വഭാവത്തെ, അതായത് അതിന്റെ പിണ്ഡത്തെ നമുക്ക് കൃത്യമായി അളക്കാൻ പറ്റുന്ന ഒന്നാക്കി മാറ്റി. അദൃശ്യമായതിനെ ദൃശ്യമാക്കി, അളക്കാൻ പറ്റാത്തതിനെ അളക്കാവുന്നതാക്കി. അപ്പോ അവസാനിപ്പിക്കുന്നതിന് മുൻപ് നിങ്ങൾക്കായി ഒരു ചോദ്യം. ഈ ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ് പോലെ ഇതിപ്പോ ഔട്ട്ഡേറ്റഡ് ആയില്ലേ എന്ന് നമുക്കിന്ന് തോന്നുന്ന, പക്ഷേ നമ്മുടെ ഇന്നത്തെ ലോകത്തിന് ഇപ്പോഴും അടിസ്ഥാനമായി നിൽക്കുന്ന എന്തൊക്കെ ടെക്നോളജികളുണ്ട്? ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ ഉത്തരങ്ങളെക്കുറിച്ച് ആലോചിക്കുക. മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം.